ഉൻസാക്കാ നിങ്ങൾ പറപ്പോകത്തെ ഓട്ടോ ഡ്രൈവർ അല്ലേ? പിന്നെ നമ്മള് കരിങ്കപ്പാറ റോഡ് ചെയ്യാം നമ്മുടെ പറപ്പോകത്തിന് കരിങ്കപ്പാറ ആ റോഡ് എന്താ പാട്? പറ്റ മോശമല്ലേ ആ റോഡിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ശോചനീയമായിട്ടുള്ള പറ്റ മോശമാണ്. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ ഒരു നമ്മളെ കോട്ടക്കൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാന് മറ്റു റോഡുകളുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കരിങ്കപ്പാറ പറപ്പാറപ്പുറം ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് റോഡാണ് ഇപ്പോ ഈ റോഡ് എന്ന് പറഞ്ഞാൽ കക്കാട്ടുകുന്ന് ഭാഗത്തു കൂടി പോണ റോഡ്. അതിന് 3 മെമ്പർമാര് ഒന്നിച്ച് നിന്നാല് 3 വാർഡ് ആണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ 8, 11, 10 മെമ്പർമാരുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇപ്പൊ ആ റോഡ് ഈ കോലത്തിലായിരിക്കുന്നത്. അപ്പോ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു നടപടി പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആണ് ഞങ്ങള് ഓട്ടോറിക്ഷക്കാരുടെ ഒരു അപേക്ഷയാണ്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റൽ കേസ് പോകാൻ പറ്റാ. ഹോസ്പിറ്റൽ കേസ് മാത്രല്ല, ഒരു സാധാരണക്കാർ പ്രായ ആള് അല്ലെങ്കിൽ സാധാരണക്കാർ ആളുകളാണ് കൂടുതൽ ഓട്ടോ വിളിക്കുന്നത്. അപ്പോ ഓട്ടോക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് യാത്ര ചെയ്യാനും. രണ്ടു വട്ടം കരിങ്കപ്പാറ പോയി വന്നാൽ തന്നെ വാഹനങ്ങൾക്ക് കേടുപാട് വരികയാണ്. എപ്പോഴും വർക്ക്ഷോപ്പുകാരെ സമീപിക്കേണ്ടി വരികയാണ്. അപ്പൊ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങള്. കരിങ്കപ്പാറയിലേക്കുള്ള ഓട്ടോ അതുപോലെ കാവപ്പുര ഭാഗത്തേക്കുള്ളൊക്കെ നിർത്തല് ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങള്. ഇപ്പൊ ഇതുവരെ നിർത്തിയിട്ടില്ല. ഞങ്ങള് ഒരുപാട് പരാതികൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആരും അത് ചെയ്യില്ല. എന്താണ് ആ റോഡ് നന്നാക്കാത്തതിനുള്ള നിജസ്ഥിതി ഒരു മനസ്സിലായില്ല. അപ്പൊ എല്ലാരും കൂടി 3 മെമ്പർമാരുടെ അനാസ്ഥയാണ് ആ റോഡ് അങ്ങനെ കെടുക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്തെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ 3 കൂട്ടർ രാഷ്ട്രീയം നോക്കിയിട്ടല്ലേ? ഇതില് രാഷ്ട്രീയമില്ല, ഇതില് പൊതുവായിട്ടുള്ള ഒരു വിഷയമാണിത്. ലീഗ്, CPM, BJP എന്നുള്ള ഒരു രാഷ്ട്രീയമല്ല ഇതില് ജനങ്ങളുടെ മൊത്തം പ്രശ്നമാണ്. കാരണം 2 അങ്ങാടികളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണിത്. പറപ്പാറപ്പുറം കരിങ്കപ്പാറയുടെ നമ്മളെ ഒഴൂർ പഞ്ചായത്തിലെ പ്രധാന 2 അങ്ങാടികളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അപ്പൊ അതിൽ ഈ അധികൃതർ അല്ല നമ്മളെ ജനപ്രതിനിധികൾ അനാസ്ഥ വരുത്തുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. പിന്നെ ഞങ്ങളൊരു ചോദിച്ചാ, കോയിച്ചിനൊക്കെ പോകാൻ പറ്റിയ റോഡല്ലേ? കോയിച്ചിനൊക്കെ പോകാനുള്ള സുഖമാണ്. കോട്ടക്കൊക്കെ കോട്ടക്കൽ എല്ലാവർക്കും. പക്ഷെ അതിനൊക്കെ മറ്റു മാർഗം ഉണ്ടായിരിക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഇവിടെ പ്രാദേശികമായിട്ട് പോണ ആളുകളുണ്ട്. ഇവിടെ അടുത്ത് വീടുകളിലേക്കൊക്കെ പോണവരുണ്ട്. അവർക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കാരണം ഊരവേദന, മറ്റു കാലുവേദന ഇതൊക്കെ കൂടുകയാണ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു നടപടി ഉണ്ടാവണം എന്ന് ഞങ്ങളെ ഓട്ടോറിക്ഷ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡ്രൈവർ ഒരു അപേക്ഷയാണ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് യൂനിസ്. പാറപ്പുറം ഡ്രൈവറാണ്. ഒരു ഓട്ടോറിക്ഷ ഇറക്കാൻ വരാൻ പറ്റാത്ത കോലാണ് കണ്ടില്ല. റോഡ് പറ്റിയ മോശമാണ്. ഓക്കെ, ഒരു വണ്ടി ഇറക്കാൻ പോകാൻ പറ്റാത്ത കോലാണ് കണ്ടില്ല.